നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് ഇന്നത്തോടെ പ്രചരണം അവസാനിക്കുകയാണ്. 9-ാം തീയതി 7 ജില്ലകളിലും 11-ന് ഇവിടെ അടക്കമുള്ള 7 ജില്ലകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് LDF തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അനുഭവം എല്ലായിടങ്ങളിലും നല്ല രീതിയിലുള്ള പിന്തുണ കൂടുതലായി ജനങ്ങളിൽ നിന്നും LDFന് ലഭിക്കുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയിലാണ് LDF ഉള്ളത്. ജനങ്ങൾ LDFനെ നല്ല രീതിയിൽ തന്നെ പിന്താങ്ങുന്നതിനിടയാക്കിയിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെ പൊതുവായ അനുഭവമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷത്തോളമായി LDFൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നത്. ആ ഗവൺമെൻറ് നേരത്തെ ജനങ്ങളുടെ മുന്നിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നത് ജനങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇത് കൃത്യമായി വിലയിരുത്താൻ ജനങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. അതാണ് ഓരോ വർഷവും നമ്മുടെ സംസ്ഥാനത്ത് എന്തെല്ലാം നടപ്പാക്കി എന്നതിനെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ സംഭവിച്ചത്. ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ കേരളത്തിലാണ് അത്തരമൊരു നടപടി രാജ്യത്താദ്യമായി തുടങ്ങിയത്. ലോകത്ത് തന്നെ എവിടെയെങ്കിലും ഇങ്ങനെയൊരു അവസ്ഥയുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ അവ നടപ്പാക്കാനുള്ളതാണ്. അതിനെക്കുറിച്ച് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഈ ഒരു ബോധ്യമാണ് സർക്കാരിനെ നയിച്ചത്. അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താനായി 5 വർഷം പൂർത്തിയാകുന്ന 2021 ജനങ്ങൾ തന്നെ കണ്ടത് തെരഞ്ഞെടുപ്പിൽ LDF നൽകിയ വാഗ്ദാനം 600 വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലുണ്ടായിരുന്നത്. അതിൽ 580 നടപ്പാക്കിയ സർക്കാരാണ് LDF എന്നതാണ്.